പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ, ആഴത്തിലെന്നോടൊന്നിടപെടണേ, ആത്മാവിലെന്നോടൊന്നിടപെടണേ. ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആരിലും ശ്രേഷ്ഠമായി, ആരിലും ശക്തമായി, ആഴത്തിലെന്നോട് ഇടപെടണേ, ആത്മാവിലെന്നോട് ഇടപെടണേ. ദിവ്യാനീശോയെ, അങ്ങയുടെ കരുണയുടെ ആഴത്തിലേക്ക് അങ്ങ് ഞങ്ങളെ ആഴ്ത്തിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെടുവാൻ അങ്ങ് തിരുമനസ്സായിക്കൊണ്ടാണല്ലോ ഈ ദാനിയേൽ ഫാസ്റ്റിംഗ് പ്രാർത്ഥനയിലേക്ക്, ഈ ഉപവാസ പ്രാർത്ഥന 21 ദിവസം ദാനിയേലിന്റെ ചൈതന്യത്തോട് ചേർന്ന്, മാതൃകയോട് ചേർന്ന് വലിയ കൂട്ടായ്മയില് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്. ഇതങ്ങയുടെ മനസ്സാണ് കർത്താവേ, ഇതങ്ങയുടെ പദ്ധതിയാണ് കർത്താവേ. അങ്ങ് ആഗ്രഹിച്ച മക്കള് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കാന്നുള്ളത് അങ്ങയുടെ വലിയ പദ്ധതിയാണ്. ഞങ്ങളത് സ്വീകരിക്കുന്നു, അതേറ്റു പറയുന്നു. ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ നിരവധിയായ ദാനങ്ങളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണം. അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങ് സകല ജനപദങ്ങളുടെയും ദൈവമായ കർത്താവാണ്. അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. യോബ് പറഞ്ഞില്ലേ 42:2 കർത്താവേ, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും ആർക്കും തടസ്സപ്പെടുത്താനാകില്ലെന്നും ഞാൻ അറിയുന്നു. അങ്ങ് സർവാധിപനാണ്. അങ്ങയുടെ കരബലം അതിശക്തമാണ്. കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ ഉപവാസ പ്രാർത്ഥനയിൽ വലിയ കണ്ണുനീരോടെ, വിലാപത്തോടെ, പശ്ചാത്താപത്തോടെ, എളിമയോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിനു വേണ്ടി, മക്കൾക്ക് വേണ്ടി, ഓരോരോ മേഖലകൾക്ക് വേണ്ടി, അവസ്ഥകൾക്ക് വേണ്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് നോക്കണമേ. ഞങ്ങളോട് കരുണ കാണിക്കാൻ അത്യുദാരനായ കർത്താവേ, അതുകൊണ്ടാണല്ലോ ഈശോയെ അങ്ങ് ഞങ്ങളെ കൂട്ടിച്ചേർത്തത്. ഞങ്ങൾ അതറിയുന്നു, ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമേ, അങ്ങയുടെ ശക്തി പ്രകടമാക്കണമേ. പൂർണ്ണമായിട്ടും പ്രിയപ്പെട്ട മക്കളെ നന്ദിയോടെ നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമ്മെ അനുഗ്രഹിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ ആഴത്തിൽ ഇടപെടാനും വേണ്ടിയാണ് ഈശോ ഈ 21 ദിവസം നമുക്ക് പ്രത്യേകമായി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആഗമന കാലം, കർത്താവിനെ സ്വീകരിക്കാനുള്ള ക്രിസ്തുമസിന്റെ കാലഘട്ടം, ഇതെല്ലാം അനുഗ്രഹത്തിന്റെ ദിവസങ്ങളാണ്. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മെ, നമ്മുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും കർത്താവിലേക്ക് സമർപ്പിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവ് നമ്മുടെ മേല്, നമ്മുടെ കുടുംബത്തിന്റെ മേല് ഇതുവരെ ചൊരിഞ്ഞ കൃപകൾ, നമുക്ക് ജീവൻ നൽകി, ജീവിത പങ്കാളിയെ തന്നു, മക്കളെ തന്നു, പൗരോഹിത്യം തന്നു, ഈ ഒരു മഹനീയമായ ശുശ്രൂഷ തന്നു. നമ്മൾ ഒരുമിച്ച് കൂട്ടി ഒത്തിരി അനുഗ്രഹങ്ങൾ, സമാധാനം, സമ്പത്ത്, ആരോഗ്യം, സാഹചര്യങ്ങൾ, ശരീരം, ഒത്തിരിയേറെ അനുഗ്രഹം നൽകി. നമ്മൾ അതിനോട് ഈശോയ്ക്ക് നന്ദി പറയും. ദാനിയേൽ പ്രാർത്ഥനയുടെ സമയത്ത് ദാനിയേൽ പ്രവാചകൻ ചെയ്ത ഒരു വലിയ പ്രവൃത്തിയെ കുറിച്ച് 9-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വചനം നാം വായിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്: ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങ്
ശക്തമായ കരത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ചു. അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി. അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു. ഇത് ജനത്തിന്റെ സ്വഭാവം. കർത്താവിന്റെ പ്രവൃത്തിയെ കുറിച്ച്, കർത്താവിന്റെ നാമത്തെ മഹത്വപൂർണമാക്കി, കർത്താവ് ശക്തി പ്രകടിപ്പിച്ച് ആ ജനത്തിന് മേൽ ചൊരിഞ്ഞ കൃപകളെ അനുസ്മരിച്ചുകൊണ്ട് ഈ ദാനിയേല് ഈ പ്രാർത്ഥനയില് പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ പണ്ട് മൊർദെഖായി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ എസ്തേറിന്റെ പുസ്തകത്തില്. കർത്താവിന്റെ സകല പ്രവർത്തികളെയും അനുസ്മരിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു. ഓരോ പ്രാർത്ഥനയിലും എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. കാരണം എന്തുമാത്രം അനുഗ്രഹങ്ങളാ മക്കളെ ഈശോ നമുക്ക് നൽകിയിരിക്കുന്നത്. ഓർത്ത് അതെല്ലാം ഓർത്ത് നമ്മൾ നന്ദി പറയണം. ഈ ഉപവാസ പ്രാർത്ഥനയില്, ഈ ദാനിയേല് അതിനുവേണ്ടി സമയം കണ്ടെത്തി അവനോട് പറയാ, അങ്ങയുടെ ശക്തമായ കരത്താൽ. രണ്ടാമത്തെ കാര്യം പറയണേ, അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി. അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു. കർത്താവ് തന്റെ നാമം മഹത്വപൂർണമാക്കി. ഈജിപ്തില് ഫറവോയുടെ മുമ്പില്, ശത്രുക്കളുടെ മുമ്പില് ശക്തി പ്രകടമാക്കി. തന്റെ നാമം മഹത്വപൂർണമാക്കി. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ കർത്താവ് അതുപോലെ പ്രവർത്തിക്കുന്നവന് അന്നും ഇന്നും എന്നും. നമ്മൾ ഈ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുമ്പോ, ഈ പുതിയ നിയമത്തിലെ മക്കളായിരിക്കും നമ്മള്. കർത്താവ് തന്റെ ശക്തി പ്രകടമാക്കാൻ, കർത്താവ് തന്റെ മഹത്വം പ്രകടമാക്കാൻ, കർത്താവ് തന്റെ ശക്തമായ കരത്തിന്റെ പ്രവൃത്തികൾ പ്രകടമാക്കാൻ ഇതുപോലെ ദിവ്യകാരുണ്യമായി മാറിയിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരുക. ഇത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ മനുഷ്യ ബുദ്ധി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നും മനസ്സിലാവില്ല. ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ച് ഈ പാവപ്പെട്ട എന്നിലും നിന്നിലും മക്കളിലും നമ്മുടെ പ്രിയപ്പെട്ടവരിലും വീട്ടിലും ഒക്കെ വസിക്കാൻ ഈ അപ്പമായിട്ട് ദിവ്യകാരുണ്യമായിട്ട് മാറി. ഈജിപ്തുകാരുടെ കൂടെ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ഒക്കെ ആയിരുന്നു കർത്താവിന്റെ സാന്നിധ്യം. നമ്മുടെ കൂടെ ഈ ദാനിയേൽ അന്ന് പ്രാർത്ഥിച്ചതിനേക്കാൾ 1000 മടങ്ങല്ല, എത്ര മടങ്ങാന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രപോലെ നന്ദി പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കണം. മാമോദീസ മുതല് ഉദാശകളിലൂടെ ഈ കൃപയുടെ സാന്നിധ്യം കർത്താവ് തന്നെയാണ്. നിറച്ച് 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 കൃപയുടെ പൂർണ്ണതയിൽ നമ്മെ വളർത്തുന്ന ദൈവത്തിന്റെ അനുഗ്രഹദാനങ്ങളെ ഓർത്താൽ നന്ദി പറഞ്ഞ തീരുവ മക്കളെ. ഈ കാലഘട്ടം അതിനുള്ള കാലഘട്ടമാണ്. നന്ദി പറയണം. ദൈവമേ, അങ്ങയെ തന്നെ എനിക്ക് തന്നതിന് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. പഴയ നിയമത്തില് ഉള്ള അവസ്ഥയല്ല ഇന്നത്തെ അവസ്ഥ. എന്നിട്ടും കണ്ടോ ദാനിയേൽ എന്താ പറഞ്ഞ, എന്നിട്ടും കർത്താവേ, ഞങ്ങൾ പാപം ചെയ്ത് ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു. ദൈവത്തെ വിട്ട് ഈ ദൈവത്തെ അനുസ്മരിക്കാതെ, ഇത്ര നല്ല ദൈവത്തെ കൂടെ കിട്ടിയിട്ടും ആ ദൈവത്തെ സ്വീകരിക്കാനുള്ള വഴികൾ ഉണ്ടായിട്ടും അതിലൊന്നും പങ്കുചേരാതെ, അതിനൊന്നും വില കൊടുക്കാതെ നമ്മൾ ദുഷ്ടത പ്രവർത്തിച്ച് പാപം ചെയ്തു, ദൈവത്തെ തന്നെ തിരസ്കരിച്ചു. നമുക്ക് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. അതോടൊപ്പം തന്നെ നന്ദി പറയും. ഇന്ന് നന്ദി പറഞ്ഞ് അവസാനം എന്നിട്ടും നമ്മൾ ചെയ്ത പ്രവൃത്തി ഓർത്ത്, നമ്മുടെ മക്കളുടെ പ്രവൃത്തികളെ ഓർത്ത് തമ്മിൽ മാപ്പ് ചോദിക്കും. കർത്താവെങ്കിലേക്ക് നമുക്ക് തന്നെ സമർപ്പിക്കാം. എന്തിനും ഏതിനും ഇടപെടുന്ന കർത്താവ് യേശുവേ, ഇങ്ങനെ വലിയ സ്നേഹത്തോട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, അങ്ങ് എന്തുമാത്രം കൃപകളാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വസിക്കാൻ അങ്ങ് മനസ്സായി. ഞങ്ങളുടെ ഉള്ളിലേക്ക് വന്ന് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളിൽ അതുപോലെ ഒന്നായി തീരാൻ അപ്പമായിട്ടങ്ങ് മാറി. അപ്പം അലിഞ്ഞ ശരീരത്തിൽ ചേരുന്നത് പോലെ ഞങ്ങളിൽ അലിഞ്ഞു ചേരാൻ അങ്ങ് അപ്പമായിട്ട് മാറി. ദിവ്യകാരുണ്യമായ ഈശോയെ നന്ദി പറയുന്നു. അങ്ങയോട്, അങ്ങയെ സ്വീകരിക്കാതെ പോയ, അങ്ങയോട് സ്നേഹം പുലർത്താതെ പോയ, നന്ദി കെട്ടവരായി ജീവിച്ച
ചെയ്ത നന്മകളെ മറന്ന് ജീവിച്ച ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു, സഭയോർത്ത് മാപ്പ് ചോദിക്കുന്നു, പൗരോഹിത്യത്തെ ഓർത്ത്, സന്യാസ ജീവിതത്തെ ഓർത്ത്, ഞങ്ങളുടെ പൂർവികരെ ഓർത്ത് എല്ലാം മാപ്പ് ചോദിക്കുന്നു. ഈശോ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ദാനിയേലിനോട് ചേർന്ന് എല്ലാ പാപങ്ങളോർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട്, എല്ലാ അനുഗ്രഹങ്ങളോർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് തിരുസന്നിധിയിൽ ഞങ്ങളെയും സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. സ്വർഗത്തിന്റെ സഹായം ഞങ്ങൾക്ക് നൽകുന്ന കർത്താവേ, എന്നിട്ടും ഞങ്ങളോട് കരുണ കാണിക്കുന്ന കർത്താവേ, എന്നിട്ടും ഞങ്ങളെ കൈവിടാത്ത കർത്താവേ, എന്നിട്ടും ഞങ്ങളെ ഇപ്പോൾ അങ്ങയോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കർത്താവേ, ആ സ്നേഹത്തിലേക്ക്, ആ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെ സാന്നിധ്യവും മധ്യസ്ഥവും നമുക്കിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലത്തിലെ ദുരാത്മാക്കളോടും യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാന ദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ വേഗം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളെ, സഭയെ, അങ്ങയുടെ മക്കളെ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. ആമേൻ. കർത്താവേ, വലിയ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിന്റെ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാലാഖമാരുടെ കാവലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരുടെ സാന്നിധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ നിറഞ്ഞ വിശുദ്ധമ്മയുടെയും കൃപയുടെ സമൃദ്ധി നിറഞ്ഞ യൗസപിതാവിന്റെയും സാന്നിധ്യം ഞങ്ങളെ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകളും വരങ്ങളും ചൊരിഞ്ഞ് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളോട് കരുണ തോന്നണമേ. വീണ്ടും പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ ശ്രവിക്കണമേ, കർത്താവേ ക്ഷമിക്കണമേ, കർത്താവേ ഞങ്ങളെ നോക്കി കാണണമേ. കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ആരാധന ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ. യേശുവേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ വലിയ കരുണയും സ്നേഹവും ശക്തിയും സംരക്ഷണവും നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ നിറയപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോയെ. അപ്പം കർമ്മ ധ്യാന കേന്ദ്രത്തെ അനുഗ്രഹിക്കണമേ. ദിവസങ്ങൾ നടക്കുന്ന എല്ലാ കൺവെൻഷനുകളെയും അനുഗ്രഹിക്കണമേ. പങ്കെടുക്കുന്ന എല്ലാ മക്കളും വലിയ കൃപയിലും അഭിഷേകത്തിലും ശക്തിയിലും അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ കരബലം പ്രകടമാക്കി ഇത് കാണുവാൻ ഞങ്ങൾക്കും ഇടയാകത്തക്ക വിധം അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിലും മക്കളിലും അങ്ങ് പ്രകടമാക്കണമേ. ദൂതനെ അയക്കണമേ.